എത്തിയോ? എന്റെ പൊന്ന് കാർത്തി, സമയത്തിന് കാലത്തിന് ക്ലാസ്സിൽ കയറണം കേട്ടോ. 10 മണിക്കുള്ള ക്ലാസ്സിന് 10:30 വന്നേക്കുന്നത്. അതെന്ത് വർത്താന രമ്യേച്ചി പറയണേ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എത്തണ്ടേ? പിന്നെ നിന്റെ പറച്ചിലാട്ടാ തോന്നുന്നു നീ ബസ്സിലാ വരുന്നേന്ന്. നീ ബൈക്കിലല്ലാടാ വരുന്നേ. ബൈക്കിലായാലും ഇന്ന് എത്തണ്ടേ? നീ ചുമ്മാതിരി കാർത്തി, സമയത്തിന് കാലത്തിന് എണീക്കണം. ഞാൻ ആയോണ്ടല്ലേടാ നീ ഇത്ര ഉഴപ്പ് കാണിക്കുന്നേ. മര്യാദയ്ക്ക് നാളെ തൊട്ട് 10 മണിക്ക് ഇവിടെ എത്തിക്കോണം കേട്ടല്ലോ. ആയിക്കോട്ടെ. ആ എത്തിയല്ലോ വനമാല, ഇന്നും താമസിച്ചല്ലേടാ? ഇനി ആന്റി കൂടെ തുടങ്ങല്ലേ. രമ്യ ചേച്ചിയുടെ വായിരിക്കുന്ന കേട്ടിട്ടിരിക്കാൻ ഞാനായിട്ട് ഇനി ഒന്നും പറയാൻ വരുന്നില്ലേ. അല്ല രമ്യ, ദിവ്യ DCA പഠിക്കാനാണോ വരുന്നത് അതോ ടാലിക്കാണോ? അവള് DCA പഠിക്കാനാ. അല്ല, രശ്മി ചേച്ചി എത്തിയോ? ഇല്ല, അവളിപ്പോ എത്തും. ആ ഓക്കെ. ദിവ്യ ആരാ? പുതിയ സ്റ്റുഡന്റ് ആണോ? ആടാ, എന്റെ അപ്പച്ചിയുടെ മോളാ. അവള് DCA പഠിക്കാൻ വരുന്നുണ്ട്. രമ്യ ചേച്ചി ആള് കൊള്ളാലോ. മെനിങ്ങാന്ന് ഏതൊരു റിലേറ്റീവ് വന്നിട്ടില്ലായിരുന്നോ? വല്യമ്മയുടെ മോളോ ചേട്ടന്റെ മോളോ ആരോ? പൈസ വരുന്നുണ്ടല്ലേ കൊറേ? പിന്നെ പൈസ കാരണം എനിക്ക് വീട്ടിൽ കേറാൻ സ്ഥലമില്ലടാ. അത്രയ്ക്ക് കുന്നുകൂടി ഇട്ടേക്കുമല്ലേ. നീ ഡയലോഗ് അടിക്കാണ്ട് സൈൻ ചെയ്തിട്ട് ചെല്ല്. யாரையும் இவளோ அழகா பார்க்கல, உன்னை போல் எவளோ உசுரா தாக்கல, காதுல வேற எதுவும் கேட்கல, காலிதான போற போக்குல கோனலா பாக்குறா, கோபமா பேசுறா, சேனலா மாத்துறா மனச. முறை பார்த்த தலகீழான மறுமுறை பார்த்தா ஐயோ, பல முறை பார்த்தா பைத்தியமாவேனே. முறை பார்த்த தலகீழான மறுமுறை பார்த்தா ஐயோ, பல முறை பார்த்தா പൈത്യമാവേ പാവമാര് പെണ്ണേ. ആ വാടി, ഏത് ബസ്സിലാ വന്നേ? ആർക്കേന് കാത്തു നിന്നതാ ചേച്ചി, പക്ഷെ ബസ്സില്ലായിരുന്നു. പിന്നെ ആതിരയിലാ വന്നേ. ആണോ? അത് കുഴപ്പമില്ലടി. രശ്മി ചേച്ചി എന്തായാലും എത്തിയിട്ടില്ല. നീ എന്തായാലും സൈൻ ചെയ്തിട്ട് ആ കാണുന്ന സിസ്റ്റത്തിന്റെ മുന്നിൽ പോയിരുന്നു. ആ ശരി. അതെ, കേട്ട് കഴിഞ്ഞെങ്കിൽ സാറും കൂടെ ചെല്ലങ്ങോട്ട്. ഞാനിപ്പോ വരാം. ഇന്നലത്തെ പെൻഡിങ് വർക്കും കൂടി നീ ഇന്ന് ചെയ്ത് തന്നെ കാണിക്കണം. എല്ലാം ചെയ്ത് കാണിച്ചിട്ടേ പോകുന്നുള്ളൂ. പോരെ? എന്നിട്ടേ വിടൂ. ചെല്ല്. ദിവ്യ, ഇതൊന്ന് ചെയ്ത് നോക്കേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വർക്ക് തരാം. ആ ഹലോ. ഹലോ. രമ്യേച്ചിയുടെ റിലേറ്റീവ് ആണല്ലേ? ആ രമ്യേച്ചിയുടെ അപ്പച്ചിയുടെ മോളാണ് ഞാൻ. ആ ഓക്കെ. അല്ല, സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞോ അതോ പഠിത്തത്തിന്റെ കൂടെ DCA കൂടെ നോക്കുന്നതാണോ? അല്ല, എൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞു. ഞാൻ DC അല്ലാണ്ട് പഠിക്കാൻ വന്നതാ. ആ ഓക്കെ. പിന്നെ ഒന്നുമില്ല. നീ കഴിഞ്ഞോടാ? കഴിഞ്ഞല്ലോ. ഇനി ഒന്നും കൂടെ ഉള്ളൂ. അതിപ്പോ ചെയ്ത് തീരത്തില്ലേ? ചെയ്ത് തീർക്ക്, എന്നിട്ട് പരിചയപ്പെടാം. നശിപ്പിച്ച്. ഇന്ന് ഇത്ര മതി ദിവ്യ. ഫസ്റ്റ് ഡേ അല്ലേ? നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തൂ. അപ്പം നമുക്ക് ചെയ്യാം. ആ ശരി ചേച്ചി. രമ്യേച്ചി, ഞാനും കഴിഞ്ഞേ. പോവാൻ വരട്ടെ, ഞാൻ നോക്കിയിട്ട് പോവാം. അയ്യോ പറ്റത്തില്ല. എനിക്ക് അർജന്റായിട്ട് വേറെ പരിപാടിയുണ്ട്. ഞാൻ നാളെ വരാം. ബൈ. ഇവനെ കൊണ്ട് ഇനി നാളെയും വരും 10:30 ആകുമ്പോൾ. ശരി രമ്യേച്ചി, ഞാൻ പോവാണേ. നാളെ വരാം. കഴിഞ്ഞോ? ആ ഇന്നിത്ര മതിയെന്ന് പറഞ്ഞു. ആ അല്ല, ദിവ്യയുടെ വീട് എവിടാ? രമ്യേച്ചിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അല്ല ദിവ്യ, രമ്യേച്ചിയുടെ വീട് എവിടാന്ന് എനിക്ക് അറിയത്തില്ല. ഓ, എൻ്റെ വീട് ഇവിടെ നെല്ലിമൂട, അയിലം പോകുന്ന റൂട്ട്. എന്നാ ശരി, ബൈ. ഇന്നെന്ത് പറ്റി നേരത്തെ? കാക്ക മലന്ന് പറക്കുന്നുണ്ടോടാ? ഓഹോ, അപ്പൊ നേരത്തെ വന്നപ്പോഴും കുറ്റമായല്ലേ? അയ്യോ, ഒരു കുറ്റവും ഇല്ല. ഈ സമയത്ത് വരണം. ചെല്ല്, ചെന്നിരുന്ന് ചെയ്യേ.
ആ ബുക്കൊന്ന് എടുത്തേരോ ദിവ്യ. ഇന്നലെ ക്ലാസ് ഇല്ലായിരുന്നോ? കണ്ടില്ല. അല്ല, ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് വേറെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതിന് പോയേക്കുമായിരുന്നു. ഓ ആണോ? വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നിൻ ജീവനിലേറിയതാരോ, കാറ്റിൽ കണ്ണിമ തെല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ, ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും ഒളിക്കാതെ ഒരുമിച്ചു കിനാവുകൾ കാണുവതാരോ, കള്ളങ്ങൾ പറഞ്ഞാലും നേരെന്താണെന്നറിഞ്ഞാലും നിഴലായി കൂടെ നടക്കുവതാരോ, വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നിൻ ജീവനിലേറിയതാരോ, കാറ്റിൽ കണ്ണിമ തെല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ. കാർത്തി ഇപ്പൊ നേരത്തെ ആണല്ലോ, എന്തു പറ്റി? ആ, പ്രത്യേക കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. ഓഹോ ശരി കാർത്തി, ബൈ. എന്റെ വർക്ക് കഴിഞ്ഞു, ഞാൻ ഇറങ്ങുവാ. നിക്ക് ദിവ്യ, എനിക്കും കഴിഞ്ഞു, നമുക്കൊന്നിച്ചിറങ്ങാം. ആണോ? എങ്കി വാ. രമ്യ ചേച്ചി പോവാണേ. രശ്മി ചേച്ചി എനിക്കും കഴിഞ്ഞു, ഞാനും ഇറങ്ങുവാണേ. രമ്യ, ഇവർക്ക് തമ്മിൽ മുൻപരിചയമുണ്ടോ? ഇല്ല. എന്തേ? അല്ല, ഇവർ പെട്ടെന്ന് ക്ലോസ് ആയ പോലെ. എനിക്ക് നല്ല സംശയമുണ്ട് ഇവരെ തമ്മിൽ ഇനി എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചേച്ചി. അതൊന്നും പറയാൻ പറ്റില്ല രമ്യ. ഞാൻ എന്തായാലും നാളെ അവളോടൊന്ന് ചോദിക്കട്ടെ. ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു ഒന്ന് മഴ പെയ്തിരുന്നെങ്കിലെന്ന്, പക്ഷെ ഇത്ര പെട്ടെന്ന് പെയ്യുമെന്ന് വിചാരിച്ചില്ല. മഴ ഇഷ്ടാണോ നിനക്ക്? ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ ഇതുവരെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഓ അങ്ങനെ. പെണ്ണേ നെഞ്ചിൽ മെയ്യഴിയും ചെന്താരിതൽ നിൻ മുഖമായി മെല്ലെ കൊല്ലും മറിയാതെ മൗനമായി നീ പൊല്ലും നേരം ഉള്ളിൽ മഞ്ഞിൻ തരിയരിയും പിന്നിൻ മേലെ മോഹം മെല്ലെ തീരനുരയും കന്നിത്തേനെ എന്നിൽ എന്നും സിരനിരയെ തെന്നി തെന്നി പായുന്നില്ലേ നീനിയേ നിൻ ശ്വാസഗന്ധമേ മായാത്ത മന്ത്രമേ നദിയായി നിറഞ്ഞുവാ നീ എന്റെ കിനാവിലാ. ഹലോ, പറയേച്ചി. ദിവ്യ, അതെനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ അതുകൊണ്ട് നേരത്തെ വരണേ.
അതൊക്കെ നാളെ പറയാം, നീ നേരത്തെ വന്നാ മതി. ചേച്ചി ആ വന്നോ? വാ. എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ നിന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്, നീയും കാർത്തിയായിട്ട് മുൻ പരിചയമൊന്നുമില്ലല്ലോ, ഇവിടെ വെച്ച് കണ്ടിട്ടുള്ള പരിചയമല്ലേ? അതെ. ഓക്കെ. ദിവ്യ, എന്നോട് സത്യം പറയണം, നീയും കാർത്തിയായിട്ട് ഇഷ്ടത്തിലാണോ? ചേച്ചി അത് ദിവ്യ, ഇവിടെ നീ പഠിക്കാൻ വരുന്നത് എൻ്റെ കെയർ ഓഫിലാണ്. എന്നെ വെറുതെ ചീത്തപ്പേര് കേൾപ്പിക്കരുത്. അത് മാത്രമല്ല, നീ എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നിന്റെ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയെ ആലോചിക്കുന്നത് നന്നായിരിക്കും. ചേച്ചി ചേച്ചി അത് പിന്നെ നീ കരയൊന്നും വേണ്ട, കരയാൻ വേണ്ടി പറഞ്ഞതുമല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. ചെല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. ചെല്ലേ. ഹലോ, എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത? ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഇല്ല, ഒന്നുമില്ല. ആയിക്കോട്ടെ. ദിവ്യ, ആ ബുക്കൊന്ന് എടുത്തേ. ഹേയ് ദിവ്യ, എന്തു പറ്റി? ആരും ഓക്കെ? താനെന്താ ഒന്നും മിണ്ടാത്തേ? ദിവ്യ. ചേച്ചി കഴിഞ്ഞു, ഞാൻ പോവാണ്. ആ, ഓക്കെ. ആ, പിന്നെ ദിവ്യ, 1 വീക്ക് ക്ലാസ് കാണത്തില്ല, ഒരു ചെറിയ ട്രിപ്പ് ഉണ്ട്. ആ എടാ, നീയും വരണ്ട കേട്ടോ, ഞാനും പോകുന്നുണ്ട് ട്രിപ്പിന്. ഉം. ഇന്ന് ഇത്ര മതിയടാ, നീ പൊയ്ക്കോ. ദിവ്യ, ഒന്ന് നിന്നേ. ദിവ്യ പ്ലീസ് ഒന്ന് നിക്ക്. കാർത്തിക് കയ്യിന്ന് വിട്ടേ, രമ്യേച്ചി കാണും. സോറി, പറ, നിനക്ക് എന്താ പറ്റിയേ? എന്നോട് എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് വിശ്വസിക്കാനും മാത്രം മണ്ടനല്ല ദിവ്യ ഞാൻ. ഇത്രയും നാളുണ്ടായിരുന്ന ക്യാരക്ടർ സ്വിച്ച് ഇട്ട പോലെ മാറുക എന്ന് വെച്ചാ അതിനൊരു റീസൺ കാണും. എന്താ ഞാനാണോ അതിന് കാരണം? എന്താ പറ്റിയത് നിനക്ക്? ഒന്ന് പറ. എന്താണെന്നല്ലേ നിനക്കറിയണ്ടേ? ദിവ്യ, അതിൽ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ഒന്ന് നേരത്തെ വരണേ. എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ നിന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്, നീയും കാർത്തിയായിട്ട് മുൻ പരിചയമൊന്നുമില്ലല്ലോ, ഇവിടെ വെച്ച് കണ്ടിട്ടുള്ള പരിചയമല്ലേ? അതെ. ഓക്കെ. ദിവ്യ, എന്നോട് സത്യം പറയണം, നീ കാർത്തിയായിട്ട് ഇഷ്ടത്തിലാണോ? ചേച്ചി അത് ദിവ്യ, ഇവിടെ നീ പഠിക്കാൻ വരുന്നത് എന്റെ കെയർ ഓഫിലാണ്. എന്നെ വെറുതെ ചീത്തപ്പേര് കേൾക്കരുത്. അത് മാത്രമല്ല, നീ എന്തെങ്കിലും അറിഞ്ഞിരുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ അച്ഛനെ അമ്മയെ ആലോചിക്കുന്നത് നന്നായിരിക്കും. ചേച്ചി ചേച്ചി അത് പിന്നെ നീ കരയാൻ വേണ്ട, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവണം. ചെല്ലേ. ദിവ്യ, മതി കാർത്തിക്, നിർത്ത്. ഇനി നീ എന്നോട് മിണ്ടാൻ വരണ്ട, ഞാനും വരുന്നില്ല. ദിവ്യ, ദിവ്യ നീ അപ്പോ നിനക്ക് എന്നോട്? ബൈ കാർത്തിക്. നിനക്ക് വട്ടാണോടി? രമ്യ ചേച്ചി അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ അങ്ങനെ ബിഹേവ് ചെയ്യാൻ പോയേ? എനിക്കറിയില്ല, എനിക്ക് അപ്പൊ അങ്ങനെ ചെയ്യാനാ തോന്നിയേ. നിനക്കൊരു കുന്തം അറിയത്തില്ല. എന്റെ പൊന്നു മോളെ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ആരുമല്ല നിനക്ക് ചെലവിന് തരുന്നത്. അത് മാത്രല്ല, നിന്റെ ഇഷ്ടങ്ങൾ പറയാനുള്ള അവകാശം നിനക്കുണ്ട്. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും, എടി അവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവത്തില്ലേ? നീ എന്തിനാ അതിനെ കുറിച്ച് ഓർത്ത് ബോധേടാവുന്നേ? എടി എനിക്ക് പേടിയാടി. രമ്യ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ, ചീത്തപ്പേര് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കറിയത്തില്ല, എനിക്കാകെ പേടിയാവുക. എന്റെ പൊന്നോ, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ? എടി, ആ ചേട്ടനെ നിനക്ക് എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പറഞ്ഞത് വെച്ചിട്ട് പുള്ളിക്കാരനും നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ, നാട്ടുകാരെ പേടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ. എന്റെ ഇഷ്ടം ഞാൻ എന്റെ മനസ്സിൽ തന്നെ വെച്ചോളാം. ഞാനായിട്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കുന്നില്ല. രമ്യ ചേച്ചിക്ക് നാട്ടുപേരും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ആർക്കൊരു ബുദ്ധിമുട്ട് ഞാനായിട്ട് ഉണ്ടാക്കത്തില്ല. നീ ഇങ്ങനെ മദർ തെരേസ കളിച്ച് നടന്നോ? അതുകൊണ്ട് ആർക്കും ഒരു ഉപയോഗവും ഇല്ല. അവളുടെ ഒരു രമ്യ ചേച്ചി. അരുവി, അത് രമ്യ ചേച്ചിയുടെ മാങ്ങ. നീ എന്തോന്നാ കാണിക്കേ? അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് അരുവി അത് പോയി ഇത് പോയി എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്.
ബൈ. എന്ത് പറ്റിയടാ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, മുഖം ഒരുമാതിരി. ഒന്നുമില്ല, അത് ചുമ്മാ. അല്ലച്ചാ, ഒരു കുഴപ്പമില്ല. ഏട്ടാ, ഇങ്ങനെ വിഷമിക്കാതെ. ഒന്നും കൈവിട്ട് പോയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റണില്ല ഉണ്ണി. അവൾ എന്നോട് ഒന്നും സംസാരിക്കരുത്, ഇനി മിണ്ടരുതെന്നൊക്കെ പറഞ്ഞപ്പോ പറ്റണില്ലടാ. കേൾക്കുന്നവർ വിചാരിക്കും 1.5 മാസം കൊണ്ട് പൊട്ടിമുളച്ച പ്രേമോന്ന്. അറിയില്ലടാ, ആദ്യമായിട്ട് കണ്ടപ്പോ തൊട്ട് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാത്തിനും കാരണം ആ രമ്യ എന്ന് പറയുന്ന പുള്ളിക്കാരിയാ. അവരെ വേണം ആദ്യം ഒതുക്കാൻ. ഉണ്ണി, എനിക്ക് സപ്പോർട്ടിന് നീ ഉണ്ടാവണേടാ. തനിക്ക് എന്താടാ വയ്യേ? ഇത്രയും നാളും പിന്നെ തന്നെ സപ്പോർട്ട് ചെയ്ത് വേറെ ആരെങ്കിലും ആണോ? പിന്നെ എന്തിനാണോ ഞാൻ അനിയനാന്ന് പറഞ്ഞ് നടക്കുന്നേ? പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും അവർ ഈ കാര്യം അറിഞ്ഞാൽ 100 വട്ടം സമ്മതിക്കും. അവരെ നമുക്കറിയത്തില്ലേ? ഇപ്പൊ എന്റെ കുട്ടൻ പോയി സമാധാനത്തോടെ കിടന്നുറങ്ങും. ഞാൻ നാളെ വിളിക്കാട്ടോ. ബൈ. ദിവ്യ, മതി കാർത്തി, നിർത്ത്. ഇനി നീ എന്നോട് മിണ്ടാൻ വരണ്ട, ഞാനും വരുന്നില്ല. ദിവ്യ, നീ അപ്പൊ നിനക്ക് എന്നോട്? ബൈ കാർത്തി. എന്താടാ ഇന്ന് താമസിച്ചേ? അത് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു ചേച്ചി. എന്ത് പേപ്പർ വർക്ക്സ്? അബുദാബിയിൽ എനിക്കൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. സോ മറ്റന്നാൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അയ്യോ, ആണോ? നന്നായി വാടാ, നല്ലൊരു ലൈഫ് കിട്ടട്ടെ. താങ്ക്സ് ചേച്ചി, അത് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ഷോ, എന്നാലും നിന്നെ ഞാൻ മിസ് ചെയ്യാലോ. ചേച്ചി, എനിക്കൊരു കല്യാണ റിസപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് നേരത്തെ ചെല്ലാൻ പറഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ? ആടി ചെല്ല. ചേച്ചി, എന്നാ ഞാൻ ഇറങ്ങുവാണേ. ആടാ, ഓൾ ദി ബെസ്റ്റ്. ദിവ്യ, എനിക്കിനി ടൈമില്ല ദിവ്യ. ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാണ്ടാവും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കും അതറിയാം. നിന്റെ മറുപടി ഇനി യെസ് ആയാലും നോ ആയാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എന്നോട് പറ. കാർത്തി, എന്താടാ ഇതൊക്കെ? ദിവ്യ, നീ വീട്ടിൽ പോ. കാർത്തി, നീയും പോ. പറ്റത്തില്ല ചേച്ചി. ചേച്ചിക്ക് എന്താ ഇത്ര പ്രശ്നം? എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, കേൾക്കാനുള്ളത് കേട്ടിട്ടേ ഞാൻ പോകൂ. പറ ദിവ്യ, എന്നോട് പറ. നീ ആരെയും പേടിക്കണ്ട. നിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എന്നോട് പറ. കരയാതെ പറ ദിവ്യ, എന്നോട് പറ. സോറി കാർത്തി, സോറി. സർപ്രൈസ്. എന്തുപറ്റി? എന്തിനാ കിടന്ന് കരയണേ? പോയി അരുവി, എല്ലാം പോയി. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? രമ്യ ചേച്ചി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ നമ്പർ എടുക്ക്, ചേട്ടനെ ഞാൻ വിളിക്കാം. വേണ്ടടി, എന്റെ നമ്പർ ഒന്നുമില്ല. എനിക്കൊന്നും അറിയുന്നില്ല. നീ ഇപ്പോഴും അവൻ ആലോചിച്ചിരിക്കുകയാണോ? എടാ, ഇനി അതൊന്നും നടക്കത്തില്ല. അമ്മ പറയുന്ന കേൾക്ക്. നമുക്ക് ഒരുപാട് നല്ല ആലോചനകൾ വരുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ മതി. ഒന്ന് കേക്കടാ. ഞാനായിട്ട് കൊണ്ട് പറഞ്ഞതാ അമ്മ, ഞാനായിട്ട്. അന്നൊന്നും പേടിക്കാണ്ട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അവസാനായിട്ടൊന്ന് രമ്യ ചേച്ചിയോട് സംസാരിക്കും അമ്മ. കാർത്തിയുടെ നമ്പർ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വാങ്ങിത്താ. അമ്മ സംസാരിക്കാം.
ഹലോ, പറഞ്ഞോ അപ്പച്ചി. എന്താ? എടി, മറ്റേ കാർത്തിക് എന്ന് പറയുന്ന പയ്യന്റെ നമ്പർ ഒന്ന് വേണം. അപ്പച്ചി, ഇനി ദിവ്യയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം ഇനിയില്ല. കാർത്തികയുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 മാസമായി. അവളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പറയാണ്ടിരുന്നത്. മോളെ അത് അവർക്കിപ്പോ സന്തോഷായി കാണും. എനിക്കും കൂടെ കാണിച്ചതാ. ഓ, നീ കണ്ടോ? എന്താ ഭംഗി എന്നെ കാണാൻ. സുന്ദര തന്നെ. ഓ, തന്നെ തന്നെ. എന്താ ചിരി. പിന്നെ ഓ, അഴകിയ ലേല. ഒന്ന് പോടി. അയ്യേ, നീ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോൺ ഇട്ടേക്കുന്നതിന്. നല്ല ഫോട്ടോ അല്ലേ? കിടക്കട്ടെ. മോളെ, ഇനി മോളോട് പറയുന്നുണ്ട് ഒരു പ്രശ്നമില്ലെന്നാണ് അമ്മ വിചാരിക്കുന്നത്. ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. നിനക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി, മാത്രം. പയ്യൻ നേവിയിലാണ്, വിഷ്ണു. ഫോട്ടോ അമ്മ കാണിച്ചു തരാം. അമ്മ അത് എടി, നീ ഇനി നിന്റെ ലൈഫ് ഇങ്ങനെ വെറുതെ സ്പോയിൽ ചെയ്ത് കളയരുത്. നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി എന്നാണല്ലോ പറഞ്ഞത്. നീ നോക്ക്, ഫോട്ടോ കാണിച്ചു കൊടുക്കമ്മ. ഇതാണ് മോളെ പയ്യൻ, വിഷ്ണു. മറ്റന്നാ പയ്യൻ നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഏതെങ്കിലും ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. സ്പോട്ട് നമുക്ക് പറയാം. മോക്ക് സമ്മതമാണെങ്കിൽ മോളെന്തായാലും ഒന്ന് മീറ്റ് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി. ദിവ്യ, കാർത്തി, ഓർമ്മയുണ്ടോ? സുഖല്ലേ? താനിപ്പോഴും അന്നത്തെ പോലെയാണോ? ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലോ. മാരേജ് ഒക്കെ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. 4 മാസമായി. വൈഫിന്റെ ബ്രദറിന്റെ കല്യാണമാണ്. അങ്ങനെ നാട്ടിലേക്ക് വന്നതാ. എന്ത് പറ്റി ഒറ്റയ്ക്കൊക്കെ വന്നേ? ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ കാണാനായിട്ടൊരാൾ വരുന്നുണ്ട്. ഓ, അങ്ങനെ മീറ്റ് ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? അല്ല, പയ്യന്റെ പേരെന്താ? വിഷ്ണു. ഡാ വിഷ്ണു, ആ സുഖാണോടാ? ആടാ സുഖം. നിന്റെ വീട്ടുകാർക്ക് കൂടെ ഉണ്ടോ? നിനക്ക് സുഖാണോ? ആടാ സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയൊക്കെ എൻ്റെ കൂടെ അബുദാബിയില്ല. പിന്നെ ബ്രദർ കാനഡയിലാണ്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും നാട്ടിലേക്ക് വന്നേക്കുക. അല്ല, നിന്റെ കുഞ്ഞാവിക്ക് സുഖാണോ? ആടാ കുഞ്ഞിന് സുഖ. അല്ല, ഇനിയിപ്പോ നമ്മളെന്നാ കല്യാണമൊക്കെ കഴിക്കുന്നേ? ആ, അതിനെയൊക്കെ പറ്റി കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനാ ഇപ്പൊ നാട്ടിലേക്ക് വന്നത്. ആടാ, എങ്കിൽ ശരി, നമുക്ക് കാണാം. ആടാ, ബൈ. കാർത്തി. എന്ത് കാർത്തി? ഇപ്പൊ വിഷ്ണുവിനെ കാണണ്ടേ? കഷ്ടമുണ്ട് കേട്ടോ. പാവം എന്റെ പെങ്ങള് ഇടിവെട്ടിയ പോലെ ഇരിക്ക. അരുവി, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഞെട്ടിയില്ലേ? അല്ല, നമ്മളെ ഐഡിയ. കാർത്തി, ഇതൊക്കെ എന്തെനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോൾക്ക് അമ്മ പറഞ്ഞുതരാം. അല്ല, എന്നെ മനസ്സിലായോ? കാർത്തിയുടെ അത് തന്നെ, കാർത്തിയുടെ മഹിയുടെ അമ്മ. മോൾക്കറിയാത്തൊരു കാര്യമുണ്ട്. കാർത്തിയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് വിഷ്ണു എന്നാ. അത് മോൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 2 പിള്ളേരോട് ചേർത്തുണ്ടാക്കിയ പരിപാടിയായതൊക്കെ. മോളുടെ കാര്യം ഇവൻ ആദ്യമേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിഷ്ടം മോളെ അന്ന് തൊട്ടേ.
എന്തായാലും നാട്ടിൽ വരുമ്പോൾ നേരെ മോളുടെ വീട്ടിലൊന്ന് പെണ്ണ് ചോദിക്കണമെന്നാണ് ഇവൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വരാൻ കാര്യം ഈ 2 പിള്ളേരാ. പിന്നെ ചെറിയ സാഡ് റോളിൽ ഞാനും ഇവരുടെ അച്ഛനും മോളുടെ അച്ഛനും അമ്മയും രമ്യൊക്കെ ഉണ്ട്. അമ്മ അരുവി, ഇതൊക്കെ എങ്ങനെ? ഓ, അതൊരു വലിയ കഥയാ. എന്തായാലും സമയം കിട്ടുമ്പോ പിന്നെ പറഞ്ഞുതരാം. ഏട്ടത്തി എന്താ വിചാരിച്ചേ? ഏട്ടൻ ആ പോയ പോക്കിലങ്ങ് പോയിന്നോ? അതിന് വേറെ ആളെ നോക്കണം. എന്താടാ എനിക്കറിയരുത് നീ. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇനി സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. കാർത്തിക്, ഐ ലവ് യു. ഹലോ. ഹലോ. അടിപൊളിയല്ലേ? എന്ത് ചേച്ചിയല്ലേ, അടിപൊളിയാവാണ്ടിരിക്കില്ലല്ലോ. അതെ, എന്റെ ഏട്ടൻ എന്താ മോശമാണോ? ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടുപേരും അടിപൊളിയാ. നമുക്കും വേണ്ടേ ഇതുപോലൊരു കെട്ട്? എന്തോന്ന്? ഏയ് ഒന്നുമില്ല. ആ രേഷ്മ, എവിടെ പോണു? ഇവിടെ നിന്നാ മതി. ഓക്കെ.